എല്ലാവർക്കും നമസ്കാരം. ഈ 12-ാം തീയതി വരുന്ന കർക്കിടക വാവുബലിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കാരണം ഇതെനിക്ക് ചെയ്യണമെന്ന് തോന്നി. ഒരുപാട് ചോദ്യങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു കർക്കിടക വാവുബലിയെക്കുറിച്ച്. പക്ഷേ ഈ ഇടയ്ക്കൊരു പ്രഭാഷണം കേട്ടപ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോഴത് നിങ്ങൾക്ക് കൂടെ പങ്കുവയ്ക്കാമെന്ന് കരുതി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ കാര്യങ്ങളും അറിവുകളും എനിക്ക് പകർന്നു തന്ന ഗുരുതുല്യനായിട്ടുള്ള ആ ഒരു പ്രഭാഷകനെ മനസ്സുകൊണ്ട് സ്മരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിലോട്ട് കടക്കാം. കർക്കിടക വാവുബലി എന്ന് പറയുന്നത് നമ്മുടെ പിതൃക്കളെ ഓർക്കാനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ദിവസമാണ് അല്ലേ, വർഷത്തിൽ ഒരു ദിവസം. ആ ഒരു കർത്തവാവോട് കൂടി വരുന്ന ആ ഒരു ബലിതർപ്പണ ദിവസം വളരെ പുണ്യം നിറഞ്ഞതാണ്. നമ്മുടെ പിതൃക്കൾ ഭൂമിയിൽ വരുന്നത്, അതായത് പിതൃലോകം ഭൂമിയുമായിട്ട് തൊട്ടടുത്ത് വരുന്ന ദിവസം എന്നാണ് സങ്കല്പം. അന്ന് നമ്മൾ കൊടുക്കുന്ന അന്നം, അതായത് ബലി എന്ന് പറയുന്ന ആ ഒരു ബലി, അത് നമ്മുടെ പിതൃക്കൾക്ക് ഒരു നേരത്തെ ഊണാണ്, അതായത് ഉച്ചയൂണെന്നാണ് സങ്കല്പം. അത് നമ്മൾ കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ശരീരം നമുക്ക് തന്ന പിതൃക്കളെ ബഹുമാനപൂർവ്വം, അതായത് നന്ദിപൂർവ്വം ഓർക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ അതിൻ്റെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. സ്നേഹത്തോടെ നമ്മൾ കൊടുക്കുന്ന ഒരു ഉരുളച്ചോറിന് വേണ്ടിയിട്ട് നമ്മുടെ പിതൃക്കൾ കാത്തിരിക്കുന്ന ദിവസമാണ് അന്ന്. കുറച്ച് വെള്ളവും ഒരു ഉരുളച്ചോറും അത് മതി അവർക്ക് സന്തോഷമായിട്ടിരിക്കാനായിട്ട് കേട്ടോ. ഈ പിതൃ തർപ്പണം എന്ന് പറയുന്നത് ഒരുപാട് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ അന്ന് എനിക്കൊരു സോൾഡായിട്ടുള്ള ആൻസർ കിട്ടിയില്ല. അമ്മയ്ക്കും അത് അറിയില്ല എന്ന് പറഞ്ഞു കേട്ടോ. നമ്മുടെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് മിക്കവർക്കും അറിയില്ല. നമ്മുടെ പോലുള്ള സാധാരണക്കാരുടെ കാര്യമാണ്, അവർക്ക് അറിയില്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് നല്ല നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുക എന്നുള്ളത് മാത്രമാണ്. നല്ല അറിവുള്ള വ്യക്തികളുടെ പ്രഭാഷണം കേൾക്കുക, സത്യസന്ധതയോടുകൂടി പറയുന്നത്. അങ്ങനെ ഞാൻ കേട്ട പ്രഭാഷണത്തിൽ നിന്നും ഞാൻ ഉൾക്കൊണ്ട പാഠം അതാണ് പറയുന്നത് കേട്ടോ. ഈ പിതൃതർപ്പണം എന്ന് പറയുന്നത് നമ്മുടെ പൂർവികർ, അതായത് നമ്മുടെ പിതൃക്കൾ, അത് നമ്മുടെ അച്ഛനും അമ്മയും മാത്രമല്ല, അവരുടെ അച്ഛനമ്മയും അങ്ങനെ ഒരു ചങ്ങലയുടെ കണ്ണികൾ പോലെയാണ് ഈ പിതൃക്കൾ പോകുന്നത്. നമ്മുടെ ഈ ശരീരം തന്നെ വിചാരിച്ചു നോക്കൂ, എത്രയോ പിതൃക്കൾ നമ്മുടെ ജീനുകളിലൂടെ ജീവിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. നന്ദിയുള്ളവർക്ക് മാത്രമേ ഈ ഒരു പ്രപഞ്ചത്തിൽ സ്ഥാനമുള്ളൂ. ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ. ഒരുപാട് പഠനങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്, എപ്പോഴും നന്ദി പറയുക, എനിക്ക് കിട്ടിയതിനെല്ലാം നന്ദി പറയുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ ശരീരത്തിന് നന്ദി പറയേണ്ടത് ആരോടാണ്? നമ്മുടെ അച്ഛനമ്മയോടും നമ്മുടെ പിതൃക്കളോടുമാണ് അല്ലേ. അങ്ങനെ നന്ദി പറയാൻ നമുക്ക് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് കർക്കിടക വാവുബലി എന്ന് പറയുന്നത്.